ആപ്സ്പെക് YAML ഫയലിലെ ഹുക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് സെഷനിൽ ആപ്സ്പെക് YAML ഫയലിനെ നമ്മളൊന്ന് കണ്ടു മനസ്സിലാക്കി, അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. AppspecYAML ഫയലിൽ ഹുക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹുക്സ് ഉണ്ട്. ഇവിടെ ഇപ്പം 1, 2, 3, 4, 5 ഹുക്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു YAML ഫയലിൽ. അപ്പോൾ ഈ ഹുക്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ AppspecYAML ഫയലിൽ ഓൾറെഡി നമ്മൾ ഈ ഹുക്സിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്സ് എന്തൊക്കെയാണെന്ന്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒന്ന് എടുക്കാം. AppspecYAML ഫയലിൽ ഓക്കെ, ഇതാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഫയൽ. നിങ്ങൾ മെയിൻ കോഡ് ഡിപ്ലോയ് ഡോക്യുമെൻറ്റേഷനിൽ തന്നെ സൈഡ് റെഫറൻസിൽ വന്നിട്ട് സബ് സെക്ഷനാണിത്. Appspec ഹുക്ക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സബ് മെനു ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഡോക്യുമെൻറ്റേഷൻ കാണാൻ സാധിക്കും, ഹുക്സിനെ കുറിച്ചുള്ള സെക്ഷൻ. അപ്പോൾ ഈ ഹുക്സ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ECSൽ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ECSൽ ഡിപ്ലോയ്മെൻറ്റ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ AWS ലാംഡയിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ എക്സാമ്പിൾസ് ചെയ്തതുപോലെ ഒന്നിൽ EC2ലാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്തത്, അല്ലെങ്കിൽ ഓൺ പ്രമിസ് ഡിപ്ലോയ്മെൻറ്റിൽ. അപ്പോൾ ഈ 3 ടൈപ്പിലാണ് ഈ ഹുക്സ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ടൈമിൽ. അപ്പോൾ ഈ ഹുക്സിൽ ഡോക്യുമെൻറ്റേഷൻ ഒരുപാട് വാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ബൈ ഹാർട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റേഷൻ നോക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഹൈ ലെവലിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നമുക്കിപ്പം നമ്മുടെ എക്സാമ്പിൾ ചെയ്തതെല്ലാം EC2ലാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൽ ലിസ്റ്റ് ഓഫ് ലൈഫ് സൈക്കിൾ ഇവൻ്റ് ഹുക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു YAML ഫയൽ യൂസ് ചെയ്ത് തന്നെയാണ്. ഡിഫറെൻറ്റ് സെക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ്, ഡൗൺലോഡ് ബണ്ടിൽ, അതുപോലെ ഇൻസ്റ്റാൾ, ബിഫോർ ഇൻസ്റ്റാൾ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ്. നമുക്ക് ആ കോഡ് ഒന്നുകൂടെ ഒന്ന് നോക്കാം പെട്ടെന്ന്. കോഡിൽ നമുക്ക് ആ വ്യൂ ഇവൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ഡിപ്ലോയ്മെൻറ്റ് കഴിയുമ്പോഴും കണ്ടില്ലേ, ഇത്രയും ഹുക്സ് നമ്മുടെ അതിൽ YAML ഫയലിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നതനുസരിച്ചിട്ടാണ് അത് ഇവൻറ്റ് നടന്നിരിക്കുന്നത്, ഓരോ ഹുക്സും കോൾ ചെയ്തിട്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ആ കോഡ് കമ്മിറ്റ് ഫയലിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ഉണ്ട്, ആഫ്റ്റർ ഇൻസ്റ്റാൾ, അങ്ങനെ 5 ഹുക്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ആക്ച്വലി ഡിപ്ലോയ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഇവൻ്റ് ഒക്കേഴ്സ്. ഇത് ആപ്ലിക്കേഷൻ റിവിഷൻ ഡൗൺലോഡ് ആവുന്നതിന് മുമ്പ്, അതായത് ആ ഒരു സോഴ്സ് ഫയൽ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പാണ് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഹുക്ക് ആ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എവിടെയാണ് ആ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലക്സിറ്റിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും പിന്നീട് ഒരു സിനാറിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കി മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് ഹൈ ലെവലിലൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, നമുക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് ചെയ്യുന്ന കേസിൽ. അപ്പോൾ എന്തായിരുന്നാലും ഈ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഹുക്ക് ഒക്കർ ചെയ്യുന്നത് എപ്പോഴും ആ ഒരു റിവിഷൻ ഫയൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരുന്നതിന് മുമ്പായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഹുക്ക് ഡൗൺലോഡ് ഒക്കർ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഡിപ്ലോയ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഇവൻ്റ് ഒക്കേഴ്സ് ഈവൻ ബിഫോർ ദ ആപ്ലിക്കേഷൻ റിവിഷൻ ഈസ് ഡൗൺലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന ഒന്നാണ് ഡൗൺലോഡ് ബണ്ടിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൗൺലോഡ് ബണ്ടിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഹുക്കിൽ നമുക്ക് കൺട്രോൾ ഉള്ളതല്ല, അത് ആ ഒരു ഇവൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. അടുത്തത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ബണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു ഹുക്കാണ്, നമുക്ക് കൺട്രോൾ വരുന്നതല്ല അതിൽ. ഓക്കെ, അതാണ് ഡൗൺലോഡ് ബണ്ടിലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, കോഡ് ഡിപ്ലോയ് നമ്മുടെ ഈ റിവിഷൻ ഫയൽസ്, അതായത് നമ്മളിപ്പം ഓൾറെഡി നമ്മൾ കണ്ടല്ലോ, അതായത് നമ്മുടെ കോഡ് കമ്മിറ്റി കിടക്കുന്ന ഫയൽസ് ഒന്ന് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഈ ബാക്കി എല്ലാ ഫയൽസ്, നമ്മുടെ സോഴ്സ് ഫയൽസ്, നമ്മളൊരു എക്സാമ്പിൾ ഫസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് നടത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു. നമ്മളൊരു S3 ബക്കറ്റിലോട്ട് കൊണ്ടിട്ടിട്ടാണ് പിന്നീട് ഡിപ്ലോയ്മെൻറ്റ് നടത്തിയത്. അപ്പം ആ ഒരു സോഴ്സ് ലൊക്കേഷനിൽ നിന്നും ആ റിവിഷൻ ഫയൽസ്, അതാണ് റിവിഷൻ ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിവിഷൻ ഫയൽസിനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു ഇവൻ്റാണിത് ഡൗൺലോഡ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് ദിസ് ഡിപ്ലോയ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഇവൻറ്റ് ദ കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് കോപ്പീസ് ദ ആപ്ലിക്കേഷൻ റിവിഷൻ ഫയൽസ് ടു എ ടെമ്പററി ലൊക്കേഷൻ. അത് അതിൻ്റേതായിട്ടുള്ളൊരു ടെമ്പററി ലൊക്കേഷനിലോട്ട് പിന്നീട് നമ്മുടെ ആ S3 നിന്ന് കോപ്പി കൊണ്ടിട്ടിട്ടാണ് പിന്നീട് ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം അത് പക്ഷേ നമ്മൾ ആ ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മളത് ബോദർ ചെയ്യാറില്ല, കാരണം അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് നടക്കുന്നത്. പക്ഷേ ആ ഒരു പാത്ത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റൻസിൽ തന്നെയാണ് അത് വരുന്നത്. അതായത് ഈ ഒരു പാത്തിലാണ്, പാത്ത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു OPT ലിനക്സ് ഫയൽ സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. OPTക്കകത്ത് കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പിന്നെ ഒരു ഗ്രൂപ്പ് ID സ്പെസിഫിക് ആയിട്ട് അത് വേരിയബിളാണ്. അങ്ങനെ അതിനകത്താണ് ആ ഒരു നമ്മുടെ S3 നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വരുന്ന റിവിഷൻ ഫയൽസ് ആദ്യം കൊണ്ട് ഇടുന്നത്. ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ബണ്ടിൽ എന്ന് പറഞ്ഞൊരു ഇവൻറ്റിൽ ആണ് ഈ ഒരു റിവിഷൻ ഫയൽസ് എടുത്തുകൊണ്ട് വന്ന് ടെമ്പററി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ 2 ഹുക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ ബിഫോർ ഇൻസ്റ്റോൾ എന്ന് പറയുമ്പം എന്തെങ്കിലും ആക്ച്വൽ ഡിപ്ലോയ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ, അതായത് അടുത്തത് ഇൻസ്റ്റാളേഷൻ, അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രീ റിക്വസ്റ്റ് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പാഷെ വെബ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, അത് ബിഫോർ ഇൻസ്റ്റാളിലാണ് ചെയ്തത്. നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ആപ്സ്പെക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത ബിഫോർ ഇൻസ്റ്റോളിലാണ് നമ്മൾ ഇൻസ്റ്റോൾ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു സ്ക്രിപ്റ്റ് കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ആ ഒരു വെബ് സെർവർ ഇൻസ്റ്റോൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രീ റിക്വസ്റ്റീസ് പാക്കേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തുവേണമെങ്കിൽ ചെയ്യാം. അവിടെ നമുക്ക് ആക്ച്വൽ ഇൻസ്റ്റാളേഷൻ, അതായത് ആക്ച്വൽ റിവിഷൻ ഫയൽസ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഫോർ ഇൻസ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഹുക്കിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, സച്ച് ആസ് ഡീക്രിപ്റ്റിംഗ് ഫയൽസ്, ക്രിയേറ്റിംഗ് ബാക്കപ്പ് ഓഫ് ദ കറണ്ട് വെർഷൻ, അതെല്ലാം ചെയ്യാം. നമ്മുടെ സിനാരിയോ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം നടക്കുന്നത് ബിഫോർ ഇൻസ്റ്റോളിനകത്താണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻസ്റ്റാളേഷൻ ഫേസ് വരുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ ഫേസിലാണ് ആക്ച്വലി കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് കോപ്പീസ് ദ റിവിഷൻ ഫയൽസ് ഫ്രം നേരത്തെ കൊണ്ടിട്ട് ആ ടെമ്പററി ലൊക്കേഷനിൽ നിന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റാളേഷൻ ഫേസിലാണ്. നമ്മുടെ സോഴ്സിൽ നിന്ന് സോഴ്സ് കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആദ്യം ആ ഒരു ടെമ്പററി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുവന്ന് ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നതാണ് ഈ പറഞ്ഞ ഈ ഇൻസ്റ്റോൾ എന്ന് പറയുന്ന ഹുക്കിൽ നടക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ആഫ്റ്റർ ഇൻസ്റ്റോളിൽ നമുക്കത് കഴിഞ്ഞ് വരുന്ന എന്തെങ്കിലും ഇപ്പം പക്ഷേ നമുക്ക് ആ ഒരു ഡോക്യുമെൻ്റ് റൂട്ടിൻ്റെ എന്തെങ്കിലും ഡയറക്ടറി പെർമിഷൻസ് സെറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നേരത്തെ ഒരു സെഡ് എന്ന് പറഞ്ഞൊരു സ്ട്രീം എഡിറ്റർ കമാൻഡ് വെച്ചിട്ട് നമ്മൾ കുറച്ച് വേർഡ്സൊക്കെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ആഫ്റ്റർ ഇൻസ്റ്റോളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞതടുത്താണ് നമ്മുടെ അപ്ലിക്കേഷൻ സെർവർ നമുക്ക് റൺ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് systemctl കമാൻഡ് വെച്ചിട്ട്. അത് നമ്മുടെ കേസിലാണ് നമ്മളത് പറഞ്ഞു കൊടുത്തത്. അതുപോലെ സിനാരിയോ അനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ചെയ്യുന്നത്. ഈ ഹുക്കിൽ വേറെ എന്ത് സിനാരിയോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്, ഇപ്പോൾ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനോ റൺ ചെയ്യാനോ ഒക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ അതവിടെ നമുക്ക് ഹുക്കിൻ്റെ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഹുക്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നീട് ലാസ്റ്റ് വാലിഡേറ്റ് സർവീസ്, നമുക്ക് ആ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്ത ആ ഒരു സർവീസ് എല്ലാം കറക്റ്റായിട്ട് റൺ എന്നുള്ള ചെക്കപ്പൊക്കെ നമുക്ക് വാലിഡേറ്റ് സർവീസ് എന്നുള്ളൊരു ഹുക്കിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ ഹുക്സ്, ഇത്രയും ഉള്ളത്. പിന്നീടുള്ള കുറച്ച് ഹുക്സ് ഉണ്ട് ഇവിടെ. ബ്ലോക്ക് ട്രാഫിക്, ആഫ്റ്റർ ബ്ലോക്ക് ട്രാഫിക്, ബിഫോർ അലോ ട്രാഫിക്, ആഫ്റ്റർ അലോ ട്രാഫിക് എന്ന് പറഞ്ഞ ഇത്രയും ഹുക്സ്. ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ വരുന്നത് നമ്മൾ ലോഡ് ബാലൻസർ യൂസ് ചെയ്യുന്നെങ്കിലാണ്. നമ്മൾ ആക്ച്വലി ലോഡ് ബാലൻസർ യൂസ് ചെയ്ത് ഇതുവരെ എക്സാമ്പിൾസ് ചെയ്തില്ല. അപ്പം അങ്ങനെ ഒരു ലോഡ് ബാലൻസർ യൂസ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് ഈ ബാക്കിയെല്ലാം ഈ ഹുക്സ് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ലോഡ് ബാലൻസർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കേസിൽ, ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് ബാക്കിയുള്ള ഇത്രയും ഹുക്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു മെട്രിക്സ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ ചെയ്തല്ല ഇൻപ്ലേസ് ഡിപ്ലോയ്മെൻ്റ് ആണ് ചെയ്തത്, ബ്ലൂ ഗ്രീൻ അല്ല ചെയ്തത്. അപ്പം ഇൻപ്ലേസ് ആണെങ്കിലും ബ്ലൂ ഗ്രീൻ ആണെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഓരോരോ ഹുക്സ് എവിടെയൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അതായത് ഇൻപ്ലേസിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം അവൈലബിൾ ആണ്, ഈ ഒരു ഓർഡറിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് ഡൗൺലോഡ് ബണ്ടിൽ, ബിഫോർ ഇൻസ്റ്റാൾ, ഇതെല്ലാം ഇൻപ്ലേസിൽ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതല്ല ബ്ലൂ ഗ്രീൻ്റെ കേസ് ആണെങ്കിൽ ഒറിജിനൽ ഇൻസ്റ്റൻസിന് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇത് 3 അതായത് ആദ്യത്തെ ആ ഒരു ഉള്ള ഇൻസ്റ്റൻസിന് ട്രാഫിക് ബ്ലോക്ക് ചെയ്യാനാണ് അവരത് ഉദ്ദേശിച്ചിരിക്കുന്നത് ലോഡ് ബാലൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് റീപ്ലേസ് ചെയ്ത് വരുന്ന ഹുക്സിനാണ് ബാക്കിയുള്ള ഇവൻറ്റ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇതിനാണ് ബാക്കിയുള്ള ഇവൻറ്റ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ തന്നെയും പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് റോൾ ബാക്കിൻ്റെ കേസൊക്കെ വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇൻപ്ലേസ്, നമ്മളിപ്പോൾ ഇൻപ്ലേസ് ആണ് എക്സാമ്പിൾ ചെയ്തത്, മറ്റു തമ്മിലുള്ള ഡിഫറൻസ് എന്നാൽ ഈ ഒരു മെട്രിക്സ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്.
പിന്നീട് വരുന്നത് ഇതിൽ നമുക്കിപ്പം ആക്സസ് ഉള്ള ഹുക്സ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ലോഡ് ബാലൻസർ യൂസ് ചെയ്യുകയാണെങ്കിലും ലോഡ് ബാലൻസർ യൂസ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ലോഡ് ബാലൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹുക്സിൽ നമുക്ക് ആക്സസ് ഉള്ള ഹുക്സാണ് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ചെയ്ത് തന്നെ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ്, ആഫ്റ്റർ ഇൻസ്റ്റാൾ എന്നുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് പിന്നെ ബിഫോർ ഇൻസ്റ്റാൾ, ആഫ്റ്റർ ഇൻസ്റ്റാൾ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്, വാലിഡേറ്റ് സർവീസ്, ഇത്രയാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഹുക്സ്. ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. സ്റ്റാർട്ട്, ഡൗൺലോഡ് ബണ്ടിൽ, അത് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ബണ്ടിൽ, ഇൻസ്റ്റാൾ, എൻഡ്, ഇത്രയും കാര്യങ്ങൾ. അപ്പം അത് ഒരു ലോഡ് ബാലൻസർ ഇല്ലാത്തൊരു കേസിൽ. ഇനി ലോഡ് ബാലൻസർ ഉള്ള ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റ് നടത്തുമ്പോൾ ലോഡ് ബാലൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ ഇവിടുത്തെ കാണിച്ച ഇത്രയും ഹുക്സും കൂടെ നമുക്ക് എക്സ്ട്രാ അഡീഷണലായിട്ട് നമുക്ക് അവിടെ കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അതിൽ ബ്ലൂ കാണിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ആക്സസ് ഉള്ളതാണ്. ഇത്രയും വരെ നമ്മളിവിടെ ഉള്ളത് ഓൾറെഡി ഉള്ളതാണ്. അതായത് അത് കൂടാതെ വരുന്നതാണ് ബിഫോർ ബ്ലോക്ക് ട്രാഫിക്, ആഫ്റ്റർ ബ്ലോക്ക് ട്രാഫിക്, പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ്, ബിഫോർ ഇൻസ്റ്റാൾ, ആഫ്റ്റർ ഇൻസ്റ്റാൾ, അങ്ങനെയുള്ള പിന്നീട് എക്സ്ട്രാ വരുന്നതാണ്. ലോഡ് ബാലൻസർ യൂസ് ചെയ്യുന്നെങ്കിലാണ് ഈ ട്രാഫിക് റിലേറ്റഡ് ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ ലോഡ് ബാലൻസർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന കേസസാണ്. അപ്പോൾ ഇത്രയാണ് ഹുക്സിൻ്റെ ഒരു ജനറൽ ഐഡിയ. നമ്മൾ EC2 അല്ലെങ്കിൽ ഓൺ പ്രമിസസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ലൈഫ് സൈക്കിൾ ഇവൻറ്റ്സ് വെച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഹുക്സിൻ്റെ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു സിനാരിയോ ബേസ്ഡ് ആണ്. അത് ഓരോ സിനാരിയോയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഹുക്സിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് അനുസരിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് എക്സ്പീരിയൻസും പ്രോജക്ട്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഇതൊരു ഹൈ ലെവലിൽ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ല ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് ചെയ്യാവുന്ന ഒരു ലെവലിൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഈ സെഷനിൽ തന്നെ ഇനി പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അത് നമുക്ക് അടുത്ത് നോക്കാം. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്താണ്, എങ്ങനെയാണ് യൂസ് വരുന്നത് എന്നുള്ളത്. സോ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു 5 എൻവയോൺമെൻറ്റ് വേരിയബിൾസാണ് നമുക്ക് ഹുക്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ നെയിം, ഡിപ്ലോയ്മെൻറ്റ് ID, അതുപോലെ ഗ്രൂപ്പ് നെയിം, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ID, പിന്നെ ലൈഫ് സൈക്കിൾ ഇവൻറ്റ്. അപ്പോൾ അതായത് ഈ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹുക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹുക്സിൽ നമുക്ക് ആവശ്യമുള്ള രീതിക്കുള്ള സ്ക്രിപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹുക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ആപ്ലിക്കേഷൻ നെയിം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ നെയിം കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ നടത്തിയപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഒരു നെയിം കൊടുത്തിരുന്നു, ഡിപ്ലോയ്മെൻറ്റ് മെഷീൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ നെയിം എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. ആ ഒരു വേരിയബിളിനകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും, ഈ ഒരു ആപ്ലിക്കേഷൻ നെയിം ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഡിപ്ലോയ്മെൻറ്റ് ഐ ഡി നമുക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയബിൾ നമുക്ക് കോൾ ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ് നെയിം, ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ID, അതുപോലെ ആ കറണ്ട് ലൈഫ് സൈക്കിൾ ഇവൻറ്റ് അതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് അതെടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, അതായത് ഇപ്പം ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം, എൻവയോൺമെൻറ്റിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യണം, അതിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടി രണ്ടിനും 2 ആപ്സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻസ് നമുക്കതിൽ യൂസ് ചെയ്യാം. നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത്, ഈ ഒരു ഹുക്കിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റിനകത്ത് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിം നമുക്ക് ഈ ഒരു വേരിയബിൾ എടുക്കാം. നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിം ഈക്വൽ ടു ഡെവലപ്മെൻറ്റ് ഡെവ് ആണെങ്കിൽ, ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിം ഈക്വൽ ടു ഡെവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് എഴുതി കൊടുക്കാം. എങ്ങനെയാണ് ഡിപ്ലോയ്മെൻറ്റ്സ് നടക്കേണ്ടതെന്ന് ആ രീതിക്ക് ആപ്സ്പെക്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. അതുപോലെ എൽസ് അല്ലെങ്കിൽ ഇപ്പം ഫോർ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിം ഈക്വൽ ടു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആപ്സ്പെക്കിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന മറ്റ് മെത്തേഡ്സ്, അത് മറ്റ് കാര്യങ്ങൾ ഇവൻറ്റ്സ് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ചെക്ക് ചെയ്തിട്ട്. ഇപ്പം മൾട്ടിപ്പിൾസ്, ഇപ്പം ഡെവിനും പ്രൊഡക്ഷനൊക്കെ മൾട്ടിപ്പിൾ എൻവയോൺമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഓരോന്നിനും പ്രത്യേകം നമുക്ക് ആപ്സ്പെക് ഫയൽ എഴുതേണ്ട ഒരു ആവശ്യം വരില്ല. മറിച്ച് ഇങ്ങനെ നമുക്ക് ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഹുക്സിനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്സിൽ കണ്ടീഷൻസ്, ഇഫ് കണ്ടീഷൻസ് എഴുതി നമുക്ക് ഈ വേരിയബിൾസ് വഴി അതിൻ്റെ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്ത് ഒരു സിംഗിൾ ആപ്സ്പെക്കിൽ തന്നെ മൾട്ടിപ്പിൾ ഒരു ഡൈനാമിക് ഫീച്ചർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഡൈനാമിസിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിനാണ് മെയിനായിട്ട് നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത്
കണ്ടില്ലേ, ആ ഹുക്കിനകത്ത് നമ്മൾ ഹുക്കിൽ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റാണത്, ഒരു എക്സാമ്പിൾ സ്ക്രിപ്റ്റാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇഫ് കണ്ടീഷൻ ഉപയോഗിക്കാം. ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഇഫ് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിം, അതായത് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നെയിമിനകത്തുള്ള വാല്യൂ സ്റ്റേജിങ് എന്നാണെങ്കിൽ സെഡ് എന്ന് പറഞ്ഞൊരു സ്ട്രീം ഇനിറ്റർ ഉപയോഗിച്ചിട്ട് ആ HTTPD കോൺ ഫയലിൽ ലിസൺ ചെയ്യുന്ന പോർട്ട് 80 മാറ്റി 9090 ആക്കാനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഈ സ്ക്രിപ്റ്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ അവൈലബിലിറ്റി ഫോർ ഹുക്സ് എന്നുള്ളൊരു സെക്ഷനിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നും കാണാതെ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് പിന്നീട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം.